പാൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പം ഫസ്റ്റ് നമുക്ക് 1 കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ ഏത് പൊടി വേണമെങ്കിലും 2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. അതൊന്ന് കുറച്ച് പാലിലൊന്നും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ടേസ്റ്റ് ഒന്നുകൂടി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം കയ്യിലുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം മറ്റോ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും. അത് ഓപ്ഷണലാണ്. അതല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതേ രീതിക്കൊന്ന് കുറുകിയിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ പകുതി ഭാഗം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ ന്യൂട്ടെല്ല ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ 1-2 ബിസ്ക്കറ്റ്, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, വാനിലൻ്റെ ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ലെയറായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ന്യൂട്രലിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. 1-2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഫ്രീസറിലല്ല. അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റും, നല്ലൊരു തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് നമുക്ക് ഓൾറെഡി റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.